കർത്താവിന്റെ ശിരമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരെയും വിശേഷാൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് നാം 103-ാമത്തെ ദിവസമാണ്. 206-ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എനിക്കറിയാം, ഇത് നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് എനിക്കറിയാം. കർത്താവിന്റെ നിയോഗവും ദൈവത്തിന്റെ പദ്ധതിയും പോലെ അത് മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിടുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങളേവരും കർത്താവിൽ ശുഭമായും സൗഖ്യമായും ഇരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാകൃപ നൽകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ ഒത്തിരി പേരും ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ സമയം അത്ര മോർണിംഗ് ആൻഡ് ഈവനിങ് ക്ലാസ് നമുക്ക് സെഷൻ ഉണ്ട്. പിന്നെ സെമിനാരുടെ വർക്കും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര തികയുന്നില്ല. പിന്നെ ഒട്ടും ഒഴിയാൻ വയ്യാത്ത ചിലർക്ക് പിന്നെ ടൈം കൊടുക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തെ ആസ്പദമാക്കി നാം മോർ ദാൻ 19 സർമൺ കേട്ട് കഴിഞ്ഞു. പാഴിന്റെയും ഇരുളിന്റെയും ശൂന്യതയുടെയും സ്ഥിതി മാറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ സാധിച്ചു എന്ന്. നിങ്ങൾക്ക് ഹോപ്പില്ലെങ്കിൽ, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ലൈഫാണോ നിങ്ങൾക്ക്? യെസ്, ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. കർത്താവ് എല്ലാത്തിനും പരിഹാരകനാണ്. കർത്താവ് എല്ലാത്തിനും മറുപടി തരാൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവര് ഒറ്റ മനുഷ്യരും ശരിക്കും നോക്കിയിട്ടുള്ളവരാണോ? ലജ്ജിച്ചു പോയിട്ടില്ല. സങ്കീർത്തനം അങ്ങനെയാ പറയുന്നത്. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കഴിഞ്ഞ 41 വർഷമായി എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ പ്രാണപ്രിയനുമായ എൻ്റെ യജമാനനായ എൻ്റെ കർത്താവിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇന്ന് വരെ ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. അത് മിടുക്കും പ്രാപ്തിയും കഴിവും ഒന്നുമല്ല. ഞാൻ പിടിച്ചിരിക്കുന്ന കൈ എന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത കൈയാണ്. കണ്ടതും തൊട്ടതും രുചിച്ചതുമായ ആ അത്യുന്നതന്റെ മഹാസാന്നിധ്യം ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്നു. വല്ലപ്പോഴുമല്ല, എപ്പോഴും അനുഭവിക്കാൻ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് വളരെ വിനയത്തോട് ഓർപ്പിക്കാനുള്ളത്, നമ്മൾ പ്രാപിക്കുന്നത് കൊണ്ടു ചെന്ന് ഉടച്ചു കളയുന്നു. ഒരിക്കൽ ഒരു സന്യാസി ഒരു വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന സ്റ്റോറി ഞാൻ പറഞ്ഞത് വേദവിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകും. ആ വീട്ടിൽ ഒറ്റ കുടമേ ഉള്ളൂ. പക്ഷെ സന്യാസിക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ വേണം. ആ ഉറവിനരികിലേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ തൻ്റെ ഏക മകനെ വിളിച്ച് കുടം കയ്യിൽ കൊടുത്തിട്ട് ഒറ്റയടി തൻ്റെ പുറകിൽ കൊടുത്തു. അപ്പൊ സന്യാസി ചോദിച്ചു, കുറ്റം ചെയ്യാത്ത ഈ കുഞ്ഞിനെ എന്തിനാ തല്ലിയതെന്ന്. അപ്പൊ സന്യാസിയോട് പറഞ്ഞു, ഇതാണ്, ഈ വീട്ടിൽ ഒരു കുടം മാത്രമേ ഉള്ളൂ. അവൻ ഇങ്ങനെ താഴ്വരയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അലക്ഷ്യതയോട് പോയാൽ കുടം അവന്റെ കയ്യിൽ നിന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് വീണിട്ട് ഉടഞ്ഞിട്ട് ഞാൻ അവനെ തല്ലിയാൽ പ്രയോജനമില്ല. അതുകൊണ്ട് കയ്യിൽ കൊടുത്ത കുടം താഴെ ഇടാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ അവനെ അഡ്വാൻസ്ഡ് ആയിട്ട് തല്ലിയത്. അത് ആ സന്യാസിക്ക് ഒരു പുതിയ അറിവായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും, ഒരു കാരണമില്ലെങ്കിലും, അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ നാം ചില ശോധനകളിലൂടെ പോകാറുണ്ട്. റീസൺ ഒന്നുമില്ല. കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഉള്ളി പൊളിച്ചെടുക്കുന്ന പോലെയേ ഉള്ളൂ. നിങ്ങൾ ഒരു വീട്ടിൽ ഉള്ളി എടുത്ത് ഒന്നും പൊളിച്ചു നോക്കണം, അവസാനം എന്തോ കിട്ടും? എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഇതുപോലെയാണ്. പക്ഷേ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുമ്പോൾ ആ പരിശീലനത്തിന്റെ ഗുണവും മഹത്വം അറിയുന്നത് ആത്മീയ യുദ്ധത്തിലേക്ക് ദൈവമക്കൾ കയറുമ്പോഴേ തിരിച്ചറിയുന്നു. നിങ്ങളെ കൂടുതൽ വിനയമുള്ളവരാക്കാൻ, താഴ്മയുള്ളവരാക്കാൻ, എളിമയുള്ളവരാക്കാൻ, സൗമ്യതയുള്ളവരാക്കാൻ,
നിങ്ങളുടെ അഹങ്കാരത്തെയോ എൻ്റെ അഹങ്കാരത്തെയോ ദുരഭിമാനത്തെയോ പൊങ്ങച്ചയത്തെയോ അഹന്തയോ ഒക്കെ ചില വിഷയങ്ങളിലൂടെ കടത്തിവിട്ട് ഉടച്ച് പൊടിച്ച് നമ്മളെ സീറോ ആക്കി ദൈവം മാറ്റിവെക്കും. അപ്പോഴാണ് നമ്മൾ എല്ലാം മായയാണ്, പൈസയ്ക്ക് രക്ഷിക്കാൻ പറ്റില്ല, നേടിയ ബിരുദത്തിന് രക്ഷിക്കാൻ കഴിയത്തില്ല, നമുക്കുണ്ടെന്ന് അഭിമാനിക്കുന്ന ഒന്നും അല്ല എന്ന് ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കും. അന്നേരം ദൈവമായിട്ട് കിട്ടുന്ന കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പിന്നെ മക്കളിൽ പ്രശംസിക്കത്തില്ല, ഭർത്താവിലും ഭാര്യയിലും പ്രശംസിക്കത്തില്ല, സൗന്ദര്യമുള്ള ഭാര്യയിലോ ആരോഗ്യമുള്ള ഭർത്താവിലോ സ്വത്തിലോ നിക്ഷേപങ്ങളിലോ ഒന്നും പ്രശംസിക്കത്തില്ല. അന്നേരം വരുന്ന സ്തോത്രത്തിന് ഭയങ്കര ടേസ്റ്റാണ്. ആ സ്തുതിക്ക് ഭയങ്കര മഹത്വം ഉണ്ടാവും. കാരണം അത് ഫ്രം ദ ഹാർട്ടാണ്, ആർട്ടിഫിഷ്യൽ അല്ല. ആ സ്തുതിക്ക് ഭയങ്കര പവറാണ്. ഒറ്റ സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും നനഞ്ഞ കണ്ണുകളോട് നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥതയോട് പറയുന്ന സ്തോത്രമായിരിക്കും. 4 വരിയെ പാടിയുള്ളെങ്കിലും ആ പാട്ട് ഹൃദയത്തിൽ നിന്നായിരിക്കും, ആ ദൈവസനെ ചെല്ലുന്ന പാട്ടായിരിക്കും. 5 മിനിറ്റ് പ്രാർത്ഥിച്ചുള്ളെങ്കിലും കണ്ണുനീർ കുതിർന്ന് ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ വീര്യം ഭയങ്കര പവർഫുൾ ആയിരിക്കും. അത് ആരംഭത്തിൽ ഞരക്കമായിരിക്കാം, വലിയ സാഹിത്യ ശബ്ദങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ ആ പ്രാർത്ഥന, ആ ഞരക്കത്തിലൂടെയുള്ള ദൈവസന്നിധിയിലുള്ള ഹൃദയം റഹമദുൽഗജനകസ്യ ആ ഹൃദയം പങ്കുവയ്ക്കലുണ്ടല്ലോ, അല്പം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും അത് ആത്മതലം ആമേൻ അത് ഓപ്പണായി വരുമ്പോൾ അത് പരിശുദ്ധാത്മാവ് തന്നെ ആ പ്രാർത്ഥന നിയന്ത്രണത്തിലേക്ക് കൊണ്ടെത്തിച്ചു കഴിയുമ്പോൾ അപേക്ഷകൾ മാറി, ഞരക്കങ്ങൾ മാറി, നിങ്ങൾ അറിയാതെ നിങ്ങളിൽ അധിവസിക്കുന്ന ദൈവാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അത് അധികാരം നിറഞ്ഞ ആത്മാവിന്റെ കൽപ്പന ശബ്ദമായി മാറാനിടയായി തീരും. യേശുവിന്റെ രക്തം ചെയ്യും. ഹല്ലേലൂയ. അതാണ് നിങ്ങളെ കൂടുതൽ ഊർജമുള്ളവരാക്കി മാറ്റുന്നത്. അതാണ് ദൈവസന്നിധിയിൽ നിങ്ങളെ കൂടുതൽ വീര്യമുള്ളവരാക്കി മാറ്റുന്നത്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും കണ്ടിട്ടില്ലേ കിളികൾ അതെ കാറ്റടിക്കുമ്പോഴും വൃക്ഷം ആടിക്കൊണ്ടിരിക്കുമ്പോഴും ആ ആട്ടത്തിനിടയിലും പാടിക്കൊണ്ടിരിക്കുന്ന കിളികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ കാര്യം? വൃക്ഷം ഇപ്പോൾ വീണാലും ഉടയവൻ കൊടുത്ത ചിറകതിനുള്ളത് കൊണ്ടാണ് ആ പ്രതികൂലത്തിന്റെ കാറ്റിലിരുന്ന് അവ പാടാനിടയായിത്തീരുന്നത്. റിമനാധുരഘടകസ്യ പ്രതിയോഗിയായ പിശാച് നിങ്ങളുടെ മേൽ എത്ര ചുഴലിയടിച്ചാലും എത്ര ശക്തമായ പ്രഹരമേൽപ്പിച്ചാലും പൊടുന്നനെ നിങ്ങളെ പിഴുതെറിയുന്ന പ്രതികൂലം വന്നാലും അതിന്റെ നടുവിലും ആത്മാവിൽ പാടാൻ കഴിയുന്ന കാരണം ആത്മാവിന്റെ ചിറക് നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആമേൻ യെശയ്യാവിൽ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർക്ക് കഴുകിനെ കുറിച്ചാണ്. 25 കിലോമീറ്റർ വരെ ദൂരത്തിൽ കഴുകിന് കാണാൻ പറ്റും. ആമേൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ളത് കഴുകനാണ്. നിങ്ങൾ കാണുന്നില്ലേ? വളരെ ഉയരങ്ങളിലിരുന്ന് അതിന്റെ കണ്ണ് അതിന്റെ ഇരയെ ഫോക്കസ് ചെയ്യും. വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാലിൽ കടലിൽ നിന്ന് കൊത്തി പൊക്കിക്കൊണ്ട് പോകുന്നൊരു പോക്ക് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? വചനം പറയുന്നത് ആമേൻ ഹല്ലേലൂയ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആ ശക്തിയുടെ പ്രത്യേകത വളരെ ദൂരത്തിൽ ആത്മമണ്ഡലത്തിൽ കാഴ്ചപ്പാടുള്ളവരായി മാറും. സ്തോത്രം. കാഴ്ചപ്പാടുള്ളവരായി മാറും. അത് നിനക്കുള്ള നന്മയെ കാണാൻ, സ്തോത്രം, നിനക്കെതിരായുള്ള പോർമേഖലയെ കാണാൻ, സൂക്ഷിക്കേണ്ടതിനെ തിരിച്ചറിയുവാൻ, ആത്മമണ്ഡലത്തിൽ യുദ്ധത്തിനായി ഒരുങ്ങേണ്ട മേഖലയിൽ ഒരുങ്ങപ്പെടുവാൻ, ഇതൊക്കെയും ഈ ആത്മതലത്തിലൂടെ വെളിപ്പെടും. റിമാനഗതിനി ഘടകമനഗസിയ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്നുള്ള അമ്മയെ പ്രിയപ്പെട്ടവരാണ് ഇതിനകത്ത് കയറുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അതിമഹത്തായ മെസ്സേജുകൾ നിങ്ങളുടെ ആത്മജീവിതത്തിന്റെ വളർച്ചയുടെ പടികൾ കയറാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങളെ വളരെ വേദനിപ്പിച്ചെന്ന് വരും. നിങ്ങൾ വേദനിച്ചെങ്കിൽ ദൈവത്തിന്റെ സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ എത്തി എന്നാണ് അതിനർത്ഥം. പ്രൈസ് ഗോഡ്. ഇതിൽ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിത്തൗട്ട് എനി കോംപ്രമൈസ് യു ക്യാൻ ഗോ ബാക്ക്, നോ പ്രോബ്ലം. ഐ എം ഹാപ്പി. കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള മെസ്സേജ് അല്ല, ജീവനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മെസ്സേജാണ്. യേശുവിനെ മാത്രം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജാണ്.
ഇത് ക്രൈസ്റ്റ് സെന്റേർഡ് ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള മെസ്സേജ് ആണ്. എവറിഥിങ് ഫോർ ക്രൈസ്റ്റ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മെസ്സേജ് ആണ്. എവറിഥിങ് ത്രൂ ക്രൈസ്റ്റ് എന്ന് ചിന്തിക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള മെസ്സേജ് ആണ്. എവറിഥിങ് ഫോർ ക്രൈസ്റ്റ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള മെസ്സേജ് ആണ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഓർപ്പിക്കാം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴുകന് പ്രത്യേകതയുണ്ട്. പ്രൈസ് ഗോഡ്. ദീർഘവർഷം ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ്, പറവയാണ് കഴുകൻ. പ്രൈസ് ഗോഡ്. 10-40 വർഷമൊക്കെ ജീവിക്കാൻ കഴിയും. പക്ഷെ ഒരു 20 years ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കഴുകന് 2 കാര്യം തീരുമാനിക്കാം. ഒന്നുകിൽ പുതുക്കം പ്രാപിക്കാൻ തയ്യാറാകുക, ഇല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക. പ്രൈസ് ഗോഡ്. അത് കഴുകന്റെ ചോയ്സ് ആണ്. പ്രൈസ് ഗോഡ്. ചില കഴുകന്മാർ മരിക്കാൻ തയ്യാറാകും, എന്നാൽ ഒട്ടുമിഴുക്കിയ കഴുകനും മരിക്കാൻ തയ്യാറാകത്തില്ല. അതെന്ത് ചെയ്യുമെന്നറിയാമോ? കഴുകൻ തന്റെ പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് പാറയുടെ ഉള്ളറകളിലേക്ക് കയറിപ്പോകും. ആരും ഇല്ലാത്ത, ഒരു കഴുകനും കൂടെ ഇല്ലാത്ത ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കഴുകൻ പോകും. എന്ത് ചെയ്യും? സ്വന്തമായി തന്റെ ചുണ്ടും തന്റെ ചിറകുകൾ മുഴുവൻ കൊത്തിപ്പറിക്കും. ചിറകുകൾ, തന്റെ തൂവലുകൾ മുഴുവൻ കൊത്തിപ്പറിച്ച് ചുണ്ടുകൾ പാറപ്പുറത്തിട്ട് കൊത്തി അതിന്റെ പഴയ ചുണ്ട് അടർന്നു പോകും. നാളുകളോളം ഈ ശരീരത്തിലുള്ള ഫാറ്റ് മുഴുവൻ അടങ്ങി ഒതുങ്ങി പൂർണ്ണമായി തീരാറാകുമ്പോഴേക്കും അതിന്റെ ശരീരത്തിൽ നിന്ന് പുതിയ തൂവലുകൾ കിളിക്കാൻ തുടങ്ങും. പുതിയ ചിറകുകൾ മുളയ്ക്കാൻ തുടങ്ങും. പുതിയ ചുണ്ടുകൾ വരാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ ന്യൂ ലൈഫിലേക്ക് കയറും. അത് കഴിയുമ്പോൾ ഇന്നലകളിൽ പറന്നതിനേക്കാൾ കുറെ കൂടെ ഉയരങ്ങളിൽ പറക്കുവാനായി ആ കഴുകനിൽ ബലം ലഭിക്കും. ഇതാണ് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അപ്പോൾ ചിറകടിച്ചുയരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ വേണം. പ്രൈസ് ഗോഡ്. ഈ പെയിൻ എന്തുകൊണ്ടാ? ഉയരങ്ങളിൽ പോകാനാണ്. ഈ ട്രാജഡി എന്തിനാ? ഉയരങ്ങളിൽ പോകാനാണ്. റോക്കറ്റ്, പ്രൈസ് ഗോഡ്, വിക്ഷേപിക്കുമ്പോൾ, ISROയിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ അത് ബട്ടൺ അമർത്തുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 10, 9, 8, 7, 6, 5, 4, 3, 1, 0 പൊങ്ങും. നിന്നെ വട്ടപൂജ്യമാക്കുന്നത് എന്തിനാ? ഉയരങ്ങളിലേക്ക് പൊങ്ങാനാണ്. സംടൈം ട്രാജഡി, ആമേൻ, ഹല്ലേലൂയ. മക്കളിൽ നിന്നുള്ള വേദന, ജീവിത പങ്കാളിയിൽ നിന്നുള്ള വേദന, കുടുംബത്തിൽ നിന്നുള്ള വേദന, ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള വേദന, ഒറ്റപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, വിമർശനങ്ങൾ, കൂത്തുകാഴ്ചയായി തീരുക, പരസ്യകോലമായി തീരുക, ആക്ഷേപത്തിന്റെ ദിനരാത്രങ്ങൾ വിട്ടുമാറാതെ വരിക, ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് അപവാദങ്ങളുടെ തോരാ മെസ്സേജുകൾ കേൾക്കുക. ഒന്നിനു പുറകെ ഒന്നായി നിന്റെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ആട്ടി ഉലയ്ക്കുന്ന പ്രതികൂലങ്ങളിലൂടെ മരജൂടകത്തിനി പ്രബൽഗജനകസിയ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നീ നന്ദിയോട് സ്തോത്രം ചെയ്യണം. കണ്ണിനെ നിർമ്മിച്ചവൻ കാണുമെന്ന് ഉറക്കെ പറയണം. പ്രൈസ് ഗോഡ്. ചെവിയെ നട്ടവൻ കേൾക്കുമെന്ന് ഉറക്കെ പറയണം. നീ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സഹോദരങ്ങളെ, കഷ്ടത അനുഭവിച്ചാൽ നന്മ അനുഭവിപ്പാൻ ഒരു കാലാവധി തരും. നിങ്ങൾ കയറുന്ന പർവ്വതത്തിന്റെ താഴെ ഒരു താഴ്വരയില്ലേ? നിശ്ചയമായും ഉണ്ട്. നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഈ പർവ്വതത്തിൽ എന്നെ കഷ്ടത മാറും, കുടിവെള്ളം എങ്ങനെ കിട്ടും? മലബാറിൽ 12 വർഷം ഞാൻ വേല ചെയ്തു. അവിടെ മിക്ക വീടുകളിലും കിണർ കുറവാണ്, മലയോരങ്ങളിൽ. സ്തോത്രം. അതിനെന്താണ്? നിങ്ങൾ എന്തെങ്കിലും പോയാൽ ഇരിട്ടിയിൽ നിന്ന് മണിക്കടവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു 12 കിലോമീറ്റർ പോയാൽ, അന്നത്തെ കാലത്ത് ഞങ്ങൾ വേല ആരംഭിക്കുമ്പോൾ നടന്നാണ് പോകുന്നത്. 10-16 കിലോമീറ്റർ ഞങ്ങൾ നടന്നു പോകുമായിരുന്നു. ഇപ്പോഴെല്ലാം ബസ് സൗകര്യങ്ങളൊക്കെ ആയിപ്പോയി. സ്തോത്രം. അപ്പോൾ നടന്ന് മുകളിലെത്തുമ്പോൾ മതിലേരിത്തട്ടെന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ആ ഏറ്റവും വലിയ കൊടുമുടി പോലുള്ള വലിയ കുന്നാണ്, വലിയ മലയുടെ മുകളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. അതിശക്തമായ ഉറവ വരുന്നു. അവിടെ നിന്നാണ് ആ ദേശങ്ങളിൽ പാർക്കുന്ന അനേകം വീടുകളിലേക്ക്, ഓരോരുത്തരുടെയും വീടുകളിലേക്കുള്ള ഓസ് കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടിരിക്കുക. കുഞ്ഞെ, നീ സഹിക്കാൻ കഴിയാത്ത കുന്നുകളിലേക്ക്
ജീവിതം ചവിട്ടിക്കയറുമ്പോൾ ഓർത്തോണം, നീ ജീവന്റെ ഉറവിലേക്കാ ചെല്ലാൻ പോകുന്നത്. ഇവിടെ ഒന്നും കാണത്തില്ല, ഒരു പ്രതീക്ഷയും കാണത്തില്ല. പക്ഷേ സഹനത്തോടും സഹിഷ്ണുതയോടും കൂടി ദൈവശബ്ദത്തിന് മുമ്പിൽ കീഴടങ്ങി വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചാൽ അതിശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ എത്തിക്കും. 89 പരം ഫാമിലി എന്നെ കേൾക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എളിമയോട് പറയുകയാണ്. ആത്മീയ യുദ്ധത്തെ കുറിച്ചാണ് നാം കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി കേട്ടത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചാണ്. ഇന്ന് 6ാമത്തെ ക്ലാസ് ആണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ചിലർക്ക് ചില സംശയങ്ങൾ, ചില ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ ഇന്ന് രാത്രി ദൈവാത്മാവ് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ചിന്തിച്ച് വന്നത് ചില സ്ഥലങ്ങളിൽ ശക്തമായ പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, പല തലത്തിൽ, ഞാൻ അതിന്റെ നെയിം മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല മേഖലയിൽ നിന്ന് വലിയ പോരാട്ടം പാസ്റ്റർ, വലിയ പോരാട്ടം. പ്രൈസ് ഗോഡ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാനിടയായി തീർന്നു, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്, അഥവാ സാത്താന്യ വലയത്തിലാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, പിശാച് എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഒന്നല്ല. ദൈവം ഉണ്ടാക്കിയ ഏഞ്ചൽസിന്റെ ഒരു ടീമിന്റെ ലീഡറാണ് ലൂസിഫർ. അവന്റെ കൂടെയുള്ള സാത്താന്യ വലയം, അതിന്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവര് മുഴുവൻ ദൈവസന്നിധി നിഗളിച്ചപ്പോഴാണ് ദൂതന് വീഴ്ച വന്നത്. അങ്ങനെയാണ് ലൂസിഫർ സൈറ്റനായി മാറുന്നതെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ഈ പൈശാചിക മണ്ഡലത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വീണവന്റെ ലക്ഷ്യം വീഴ്ത്തണമെന്നുള്ളതാണ്. ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പൈശാചിക മണ്ഡലം. സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒന്നെനിക്കറിയാം, നിങ്ങൾ ഉണർത്തപ്പെടും. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചില പട്ടണ ഭൂതങ്ങളെ വെട്ടാനുള്ള വരം ഈ രാത്രിയിലെ മെസ്സേജിൽ നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. റബാന ജഗലഘടകസിയ, അടിമപ്പെടുത്തിയ ആത്മാക്കളെ കെട്ടിയിരിക്കുന്ന അതേ ചില ദേശാധിപത്യ ശക്തിയുടെ കയ്യിൽ നിന്നും ആത്മാക്കളെ റിലീസ് ചെയ്യുവാനുള്ള ഒരു വരം നിങ്ങളുടെ മേൽ വെളിപ്പെടും എന്നുള്ളത് നിശ്ചയം തന്നെയാണ്. നിങ്ങൾ ദൈവഭയത്തോടെ തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ നിങ്ങൾ ആയിരിക്കണം. പ്രൈസ് ഗോഡ്. ഈവിൾ ഫോഴ്സിന് പവർ ഉണ്ട് സഹോദരങ്ങളെ, നിശ്ചയമായും ഉണ്ട്. നമ്മൾ കാണുന്നില്ലേ, മിസ്രൈമിൽ മോശ വടിയിട്ടപ്പോൾ എല്ലാവരുടെയും വടി സർപ്പമായി മാറി. പക്ഷേ ഇത് ഡിഫറൻസ് എന്ന് പറയുന്നത് മോശയുടെ വടി സകല മന്ത്രവാദികളുടെയും വടി വിഴുങ്ങി എന്നുള്ളതാ. നിന്റെ ആരോഗ്യമുള്ള ഒറ്റ സ്തോത്രം മതി പൈശാചിക മണ്ഡലത്തിന്റെ കെട്ടുപൊട്ടാൻ. സ്തോത്രം. സ്തുതി ശുദ്ധമാണെങ്കിൽ പ്രൈസ് ഗോഡ്, ആമേൻ, നിനക്കെതിരെയുള്ള കോട്ടകളെല്ലാം പൊളിഞ്ഞു താഴെ വീഴുമെന്നേ. അപാരഘടക ശസ്യാനഗതിനി യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ സ്തുതിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വിട്ടുതരാത്ത പല ആത്മീയ നന്മകളും ഇന്ന് രാത്രി റിലീസ് ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ സ്പഷ്ടമായി പറയുന്നു. നിങ്ങൾ ആത്മാവിൽ ബലപ്പെടേണ്ട രാത്രിയാണിത്, ആത്മാവിൽ ശക്തിപ്പെടേണ്ട രാത്രിയാണിത്. റൂഡാരാമാന ഹദൽ ഗജനഗസി ഹദൽ പ്രമാനഘടകദിനിയ. യേശുവിന്റെ രക്തം ചെയ്യും. ഇന്ന് രാത്രിയിൽ ആമേ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ വിടുതൽ ദൈവാത്മാവ് നൽകാൻ പോകുന്നുവെന്ന് വളരെ സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് രാത്രി അതെല്ലാം ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ളവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിച്ചു സ്തോത്രം ചെയ്തു. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ പൈശാചിക മണ്ഡലത്തിന് ശക്തിയുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ സാത്താനെ സേവിച്ച് സാത്താന്യ ശക്തിയുടെ സ്വാധീനം അല്ലെങ്കിൽ ഈവിൽ ഫോഴ്സ് ഭരിക്കുന്ന കുറെ ആളുകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവരെ ബിബ്ലിക്കൽ പദത്തിൽ പറഞ്ഞാൽ ആഭിചാരകന്മാർ, പ്രശ്നം വെച്ച് നോക്കുന്നവർ, ക്ഷുദ്രക്കാർ, മന്ത്രവാദികൾ, വെളിച്ചപ്പാടത്തികൾ, ജ്യോത്സ്യന്മാർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജ്യോത്സ്യന്മാർക്ക് ജാതകം എഴുതാൻ അറിയാം. ഞങ്ങളുടെ മിഷൻ ഫീൽഡിൽ ഒരു വീട്ടിൽ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അയച്ചു. 2 ആഴ്ച നിരന്തരം പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറഞ്ഞു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള മെസ്സേജിൽ ഞാനത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രൈസ് ഗോഡ്. അതിന്റെ കണ്ടന്റ് പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് 14 രാത്രി ഞങ്ങൾ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ സഭാ ഹാളിൽ വരുമ്പോൾ വിശ്രമിക്കാമെന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ ദൈവാത്മാവ് ഞങ്ങളെ തട്ടി ഉണർത്തി. ആമേ, നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ്റെ ശുശ്രൂഷകനായിരുന്ന അനുഗ്രഹീതനായ കൂട്ടുവിലക്കാരനായ സുനിൽ ചെറിയാൻ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സുനി, പരിശുദ്ധാത്മാവ് പറയുന്നു കിടക്കണ്ട, ആ വീടിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ. 14 ദിവസം പോയി. വൈകുന്നേരത്ത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും തീരുന്നില്ല. ചില വിഷയങ്ങൾക്ക് പൊടുന്നനെ വിടുതൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന നിർത്തരുത്. നിയോഗം ലഭിച്ച നാൾ വരെയും മാസങ്ങൾ വരെയും ചില വർഷങ്ങൾ വരെയും നിങ്ങൾ ആത്മാവിൽ അതിനായി പ്രാർത്ഥിക്കേണ്ടി വരും. റമാന ശതരഘടകസിയ, യേശുവിന്റെ രക്തം ചെയ്യും. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറെ കൂടെ മുന്നോട്ട് പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? പ്രാർത്ഥന ശക്തിപ്പെട്ടു. ബാക്കിയുള്ളൊരു ദയവായിട്ട് മ്യൂട്ട് ചെയ്യണമേ പ്ലീസ്. ആമേൻ. മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറെടുത്തൊരുങ്ങുമ്പോൾ പൊടുന്നനെ എന്റെ വോയിസ് നിന്നു. ഞാൻ സുനിയെ ശ്രദ്ധിക്കുന്നു. സുനി ആംഗ്യം കാണിക്കുക, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ലിസൺ ടു മീ വെരി കെയർഫുള്ളി ആൻഡ് പ്രയർഫുള്ളി. പ്രൈസ് ഗോഡ്. അല്പം കഴിഞ്ഞപ്പോൾ എന്റെ നാവ് താണു പോകുന്നത് പോലെ തോന്നി. പ്രൈസ് ഗോഡ്. ഒരൊറ്റ അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. എന്റെ ശരീരം എന്തോ വരിഞ്ഞു മുറുക്കുന്നത് പോലെ, എന്റെ ഫ്രീഡം മുഴുവൻ പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പ്രൈസ് ഗോഡ്. സുനിക്കും അത് തന്നെ, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഞങ്ങൾ മരവിച്ചവരെ പോലെ ഇരിക്കുക. പ്രൈസ് ഗോഡ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു ദുർശക്തി ഞങ്ങളുടെ ശരീരത്തെ മുഴുവൻ വല്ലാതെ ബന്ധിക്കുന്നത് പോലുള്ള ഒരു അനുഭവം. അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടായ കാര്യമാണ് പറയുന്നത്. പ്രൈസ്. ഞാൻ എന്റെ കലത്തിലുള്ളതാ എന്റെ തവി കോരി നിങ്ങൾക്ക് തരുന്നത്. പ്രൈസ് ഗോഡ്. അതേഴ്സ് എന്ത് പറയുന്നു, ഐ ഡോണ്ട് കെയർ. പ്രൈസ് ഗോഡ്. പക്ഷേ ഈ ഓൺലൈൻ ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരിയിൽ പഠിക്കുന്ന ഓരോരുത്തർ, എസ്പെഷ്യലി ഞാൻ പ്രൊഫഷണലായ ആളുകൾക്കാണ് ശുശ്രൂഷ പരിശീലനം നൽകുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആത്മീയ മർമ്മങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ എൻ്റെ മിഷൻ ഫീൽഡിൽ അനുഭവിച്ച കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ഒരു ഡെലിവറൻസിന് വേണ്ടിയുള്ള മെസ്സേജ് ആണ് എന്നുകൂടെ ഞാൻ ആരംഭത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിക്കാം. ഞങ്ങൾ അല്പം കൂടെ മുന്നോട്ട് പോയി. ഒന്നും പറ്റുന്നില്ല. വല്ലാത്ത വിമിഷ്ടം, വല്ലാത്ത അസ്വസ്ഥത, സംതിങ് റോങ്. സ്തോത്രം. പക്ഷേ പെട്ടെന്നുള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മനിയോഗം ഉണ്ടായി. ആ ആത്മനിയോഗം മറ്റൊന്നുമല്ല, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. Amen. Praise. Amen. I want to request everyone, open your mouth and say, blood of Jesus, blood of Jesus, blood of Jesus with loud voice. Amen. Amen. adharam turannu urakkappara, blood of Jesus, blood of Jesus. Rabara deragadagasasi andal kabalagadagadhi shagaragadagasya ramanagadagadi andale jimanagadagadiniya യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം എന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങി. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ സംഭവിച്ചത് എന്താണെന്ന്? യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം എന്ന് പറഞ്ഞു തുടങ്ങി. 2-3 പ്രാവശ്യം ആ വേർഡുകൾ പറഞ്ഞപ്പോഴേക്കും എന്റെ ശരീരം ഫ്രീ ആകാൻ തുടങ്ങി. ഇന്ന് രാത്രിയിലും നിന്റെ ശരീര സന്നിധിയിൽ പലതും രോഗമായിരിക്കണമെന്നില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ക്ഷീണിച്ചാൽ ആ വീട് ക്ഷീണിക്കും, ആ കുടുംബജീവിതം ക്ഷീണിക്കും, ആ ഫാമിലി ലൈഫ് ക്ഷീണിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോട് വിളിച്ചു പറയാം, പ്രാർത്ഥിക്കാൻ വരം ലഭിച്ച നീ ക്ഷീണിതയാകുന്നെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കേണ്ട ടൈം കഴിഞ്ഞു. ഈ മെസ്സേജ് പറയുമ്പോൾ എന്റെ ശരീരത്തോട് പോരാട്ടമുണ്ട്. ഐ ഡോണ്ട് കെയർ. പ്രൈസ് ഗോഡ്. കാരണം എന്താണ്? ഇത് മുഴുവൻ ആത്മലോകത്തിന്റെ ആമേൻ ഹല്ലേലൂയ പല തെറ്റായ ധാരണകളെയും പൊളിച്ചു കളയുന്ന മെസ്സേജാണ് ഇന്ന് രാത്രി ഞാൻ പങ്കുവെക്കുന്നത്. ഇന്ന് രാത്രിയിലും ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ വീടടക്കം സന്തോഷിക്കുന്ന ഒരു വിടുതൽ വെളിപ്പെടാൻ പോവുക. ചേർന്ന് ദൈവത്തിന് നന്ദി പറയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതാണ്ട് 6000-ലധികം മിസ്ഡ് കോൾ എന്റെ ഫോണിൽ കിടപ്പുണ്ട്. സ്തോത്രം. ഞാന് കഴിഞ്ഞ ദിവസവും അമ്പിളി ശ്രീമോൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ അങ്കിളെ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം,
ഞങ്ങൾ പേ ചെയ്യാമെന്ന് ആ പ്രിയപ്പെട്ടവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ്, ലെറ്റ് ദിസ് 100 people filled. നിങ്ങൾക്കറിയാം ഇപ്പൊ 96 ആയി, ഇനിയിപ്പോ മിക്കവാറും തീരും. ആമേൻ, പ്രൈസ് ഗോഡ്. ആമേൻ, നേരത്തെ ഇനി കയറിയില്ലേ നിങ്ങൾക്ക് കയറാൻ പറ്റാതെ വരും. പ്രൈസ് ഗോഡ്. ആമേൻ, ലെറ്റ് us continues to pray. ആമേൻ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. തിരിച്ചറിയുക, ഞങ്ങളുടെ ശരീരം ഫ്രീ ആകാൻ തുടങ്ങി. പെട്ടെന്ന് ഞങ്ങൾ ആത്മാവിൽ നിറയാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ശരീരസന്നദ്ധി ദുർബലമാകുന്നുവെങ്കിൽ, കെട്ടപ്പെടുന്നുവെങ്കിൽ, ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കൈകൾ കുടഞ്ഞു പോകുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, ആമേ, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവാലും പിശാചിനെ ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്ന തിരുവചനം പോലെ നിങ്ങൾ അതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങണം. ആമേൻ, നിങ്ങൾ അധരം തുറന്ന് നിറ കണ്ണുകളോടെ, ആമേൻ, പ്രതീക്ഷയോടെ യേശുവിന്റെ രക്തം ജയം എന്നൊന്ന് പറഞ്ഞു തുടങ്ങിക്കേ. ആമേൻ, പ്രൈസ്. നിങ്ങളുടെ വാച്ച് നോക്കി. ആമേൻ, ഞാനിത് ആമേൻ നിങ്ങൾക്ക് എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾക്ക് പറയാം. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. പറഞ്ഞു, അടൂരിന്റെ ഭൂതങ്ങളെല്ലാം ഇളകിപ്പോകും. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, നിങ്ങളായിരിക്കുന്ന പ്രൊവിൻസ്, നിങ്ങളായിരിക്കുന്ന കൗണ്ടിയിൽ, കോണ്ടിനെന്റിലുള്ള ജനമിതിൽ പങ്കെടുക്കുന്നല്ലോ. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. നിങ്ങളുടെ ശരീരം യേശുവിന്റെ രക്തം ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ഫ്രീ ആകും. എത്ര കരിങ്കെട്ടാണെങ്കിലും, എത്ര പടം പോലുള്ള കെട്ടാണെങ്കിലും, സഹോദരങ്ങളെ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ മുമ്പിൽ in the mighty name of Jesus. In the mighty name of Jesus. In the mighty name of Jesus. Hallelujah. Oh, in the കണ്ടം ഇനി ഒരു നാളും കാണത്തിൽ നീ അധരം തുറന്നു പറ.
നിന്റെ തലമുറയെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, നിന്റെ ഫാമിലി ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന യെസ് ലോർഡ് യേശുവിന്റെ നാമത്തിൽ ജയം. ദയവായി പ്രാർത്ഥനയോട് ശ്രദ്ധിക്കുക. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ നിങ്ങളെ കവർ ചെയ്തുകൊണ്ട് Praise God. I know everyone will receive the Holy Spirit. I know. Praise God. Hallelujah. Praise God. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മളെ കവർ ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരങ്ങളെ, ഈ പൈശാചിക ശക്തി ആഭിചാരകന്മാരിലും പ്രശ്നക്കാരിലും മന്ത്രവാദികളിലും ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരിലും ജ്യോത്സ്യന്മാരിലും ഒക്കെ ഈ സ്പിരിറ്റ് വ്യത്യസ്തമായ നെയ്മുകളിൽ കൂടിയിരിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അതെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ലൂസിഫറിന്റെ ഇതിൽ നിന്ന് തന്നെയാണ്. തിരുവചനത്തിലൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മൾ മോശയുടെ കാലഘട്ടത്തിൽ നമ്മളത് കാണുന്നു. യോസഫിന്റെ കാലഘട്ടത്തിൽ കാണുന്നു. അവിടെ ഭരിക്കാൻ മന്ത്രവാദികൾ ശകുനവാദികൾ എല്ലാം ഉണ്ട്. രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഇല്ല, നടന്നില്ല. യോസഫിനെ വിളിച്ചു. ദൈവാത്മാവുള്ളവന് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി ചുരുൾ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു. ദാനിയേലിന്റെ കാലഘട്ടത്തിൽ ആളുകളെ വിളിച്ചു, നടന്നില്ല. എല്ലാരെയും കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ദാനിയേൽ പറയുന്നുണ്ട്, സമയം എന്താ, കാര്യം ഞങ്ങൾ ബോധിപ്പിക്കാം. സ്തോത്ര സ്തോത്ര സ്തോത്ര. കാര്യം ഞങ്ങൾ ബോധിപ്പിക്കാം. രാത്രി ദർശനത്തിൽ കാര്യം വെളിപ്പെട്ടു. തന്നെ വിളിച്ചത് മന്ത്രവാദി ശ്രേഷ്ഠനായ ദാനിയേല് എന്നാ വിളിച്ചത്. തന്റെ പ്രൈസ് ഗോഡ് തന്റെ മകൻ വന്ന് ഭരണമേറ്റെടുത്തപ്പോൾ, നെബൂഖദ്നേസറിന്റെ മകൻ വന്ന് ഭരണമേറ്റെടുത്തപ്പോൾ താനും കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രൈസ് ഗോഡ് അത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? തിരുമേനി, അങ്ങയുടെ പിതാവിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരുവനുണ്ട്, ദേവന്മാരുടെ ആത്മാവുള്ള ദാനിയേൽ എന്ന് പറയുന്ന ഒരുവനുണ്ട്, അവനെ വിളിക്കേ, അവൻ കാര്യം പറയും. കാര്യങ്ങൾ കൊടുത്തു, സമ്മാനമൊന്നും മേടിച്ചില്ല. പ്രൈസ് ഗോഡ്. ആ രാത്രിയിൽ ബേൽസസർ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് ഭരണസമിതിക്കകത്തും ഒരു ദൈവവൈതല്ലാത്ത ഭരണം എവിടെയുണ്ടോ അവിടെയെല്ലാം സാത്താന്യ ശക്തിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നാൽ നാം ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്? അപ്പൊ നമ്മളെ അത് സ്വാധീനിക്കുമോ ഇല്ലയോ എന്ന് ഈ തിരുവചനത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആൻഡമാൻസിൽ സഭയുടെ ചാർജിലായിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു പൈതൽ, പേര് പറയാൻ പാടില്ല, സ്തോത്രം, നമുക്ക് കാര്യം പറഞ്ഞാൽ മതിയല്ലോ. +2 പഠിക്കുമ്പോൾ അവനൊരു പെൺകുട്ടിയോട് മോഹമുണ്ടായി. പക്ഷേ അന്നത്തെ SP മോളാണ്. പക്ഷേ ഈ കൊച്ച് ഒരു വിധത്തിൽ ഇവനോട് അടുക്കുന്നില്ല. അപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. സ്തോത്രം. അവനെ 1-2 കൂട്ടുകാരോട് ചോദിച്ചു, എടാ എനിക്ക് ഈ പെങ്കൊച്ചിനെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എങ്ങനെ ഇത് കൈപ്പെട്ടു? പറഞ്ഞു, എടാ ഇവിടെ ഒരു മന്ത്രവാദിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി ഇച്ചിരി കാശ് മുടക്കുകയാണെങ്കിൽ പുള്ളി അതിനുള്ള കാര്യം ചെയ്തു തരും. അദ്ദേഹം കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, അവൾ വരുന്ന ക്ലാസ് റൂമിലും ഇരിക്കുന്ന ബെഞ്ചയിലും നടക്കുന്ന വഴിയിലും ഒക്കെ നീ ഇതങ്ങ് ഇട്ടേച്ചാ മതി, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇവൻ അങ്ങോട്ട് ചെന്ന് പല ദിവസമായി മിണ്ടാത്ത കൊച്ച് ഇതിന്റെ മേളിൽ ഇരുന്ന് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇവനോട് പെതുക്കെ അടുക്കാൻ തുടങ്ങി. ഇവൻ പിടിവിടാൻ നോക്കിയാൽ പറ്റത്തില്ല, കൊച്ചവനെയും കൊണ്ട് പോകും. ആ പരുവത്തിലായി. ദിവസങ്ങളായി ഇവള് പറഞ്ഞ് എന്റെ വീട്ടിൽ വരണം. ഇവന് വിടാൻ പറ്റുന്നില്ല. ഇവൻ കളിക്ക് തുടങ്ങിയതാ, പക്ഷെ കാര്യമായി. ഒടുവിൽ SP വീട്ടിൽ കൊട്ടിച്ചെന്നപ്പോൾ മോള് പറഞ്ഞു, എനിക്ക് എന്റെ ബോയ്ഫ്രണ്ട് ആയത്. അദ്ദേഹം വിളിച്ചിട്ട് മോനോട് പറഞ്ഞു, മോനെ ഇപ്പൊ പഠിക്കേണ്ട സമയമൊക്കെ അല്ലയോ, വെറുതെ എല്ലാം കൈയൊക്കെ തല്ലി ഓടിക്കേണ്ട കാര്യം ഇപ്പോഴേ വേണോ? അവസാനം ഇവന് കാര്യം പിടികെട്ടി, കയ്യിന്ന് പോയി എന്ന്. അവസാനം കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്കിത് വേണ്ട, ഇതെനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ആകെപ്പാടെ പേടിയും പ്രശ്നവും ഭയവുമാണ്, അതുകൊണ്ട് എന്നെ വിട്ടു പോകണം. അപ്പം പറഞ്ഞു, എടാ അതിനും മരുന്നുണ്ട്, നമുക്കിനി അവിടെ ചെല്ലാം. പക്ഷെ വേറൊരു കാര്യമാ, ഈ അടുക്കാൻ തന്ന
ചെലവിന്റെ 3 ഇരട്ടി ചെലവുണ്ട്, ഇത് അകലണമെന്ന്. അവൻ പറഞ്ഞ് ഇനി എന്തോ പ്രശ്നമാണേലും കുഴപ്പമില്ല, ഇനി ഇത് ഒഴിമാറണം. അങ്ങനെ വേറൊരു മരുന്ന് പുള്ളി കൊടുത്തു. അതുകൊണ്ടൊന്ന് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അന്നു മുതൽ അവൾ അവന്റെ ശത്രുവായി മാറി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സാത്താന്യ മണ്ഡലത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമോ? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എപ്പോൾ, എങ്ങനെ? ദൈവത്തിന്റെ ട്രാക്കിൽ നിന്ന് ഒരുത്തൻ അകന്നു മാറിയാൽ അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വാധീനിക്കാൻ പറ്റും. മറ്റൊരു കാര്യം, എൻ്റെ ആത്മീയ ഗുരുവായ EB ജോർജ് സാർ എൻ്റെ മുറി, ഞാൻ വടക്കേന്ത്യയിൽ നിന്ന് വന്ന് ഞങ്ങൾ ഒരുമിച്ച് മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന്റെ മേശയിൽ നിന്നും ഒരു ദുർശക്തി ഇങ്ങനെ പുറത്തോട്ട് പ്രവഹിക്കുന്നത് പോലെ എനിക്ക് ബോധ്യമായി. ഞാൻ പറഞ്ഞു, സാറേ, ഈ മേശയ്ക്കകത്ത് എന്തായിരിക്കുന്നത്? ഇതിനകത്തുനിന്ന് ഒരു ദുർശക്തിയുടെ വ്യാപാരം പുറത്തേക്ക് വരുന്നതായി ഞാൻ കാണുന്നല്ലോ. എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഇന്നലെ രാവിലെ ഞാന് ഇങ്ങനെ പറമ്പിലൂടെ പോകുമ്പോൾ ആരോ ശുദ്രം ചെയ്ത് കൊണ്ടുവച്ചിരുന്ന കുറച്ച് തകിടും കൂടുമൊക്കെ ഞാൻ കണ്ടു. ഇവന് 4 പണി കൊടുക്കാൻ തീരുമാനിച്ച് ഞാനത് എടുത്തോണ്ട് വന്ന് ഈ മേശയ്ക്കകത്ത് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, സാറേ, അശുദ്ധമായതൊന്നും തുടരുതെന്നാണ് തിരുവചനം. അത് തീക്കകത്തിട്ട് നമുക്ക് കത്തിച്ചു കളയാം. അങ്ങനെ അത് കളഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈശാചിക മണ്ഡലം കുടിയിരിക്കുകയും അത് അധിവസിക്കുകയും ചെയ്യുന്ന ആളുകളാൽ പല കാര്യങ്ങളും ലോകത്തിൽ നടക്കാറുണ്ട്. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കുന്നു, ആത്മമണ്ഡലത്തെ സ്പർശിക്കുന്നു. ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഇനി ആർക്കും കയറാൻ ഇതിനകത്ത് പറ്റിയില്ല. 100 പേർക്കുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഓൾറെഡി ഫിനിഷായി. ആമേൻ. പ്രൈസ് ലോർഡ്. കയറാൻ കഴിയാത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തിനെ ഖേദിക്കുന്നു. ആസ് പോസിബിൾ ഏർലി വി വിൽ എക്സ്റ്റെൻഡ് ഇറ്റ്. പ്രൈസ് ലോർഡ്. ദാഹിച്ചിരിക്കുന്നവർക്ക് കയറാൻ കഴിയാവുന്നവരെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സോറി പറയുന്നു. as soon as early we will, ആമേൻ, അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാം. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ ആത്മനിറവ് അനേകരുടെ വിടുതലിന് വേണ്ടി വചനത്തിന്റെ ശക്തിയാലും യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാലും ആത്മമണ്ഡലത്തിൽ ഒഴുകപ്പെടുന്ന ദൈവകൃപ അനേകരെ സ്വാധീനിക്കുന്നത് പോലെ തന്നെയാണ്. അഥവാ ദൈവത്തിങ്കിലേക്കും ദൈവരാജ്യത്തിലേക്കും വിശുദ്ധിയിലേക്കും വിശ്വസ്തതയിലേക്കും ദൈവഭയത്തിലേക്കും ദൈവാശ്രയത്തിലേക്കും നിത്യതയിലേക്കും കർത്താവിന്റെ വരവിന് വേണ്ടിയും ഒരുക്കപ്പെടാൻ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ പ്രയോജനപ്പെടുമ്പോൾ അറ്റ് ദ സെയിം ടൈം സാത്താൻ തന്റെ സഭയ്ക്ക് മണവാട്ടിയെ ഉണ്ടാക്കുവാൻ വിശാലമായ വഴിയിലൂടെ ഉപദേശങ്ങളില്ലാതെ, അപ്പോൾ തന്നെ വ്യാജാത്മാക്കളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് സത്യത്തിലേക്ക് തിരിയാതെ ഇരിക്കേണ്ടതിന് അവരുടെ കണ്ണുകളെ കുരുടാക്കി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവരെ സാത്താന്റെ മണവാട്ടിയായി ഒരുക്കി നിത്യാഗ്നിയിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു സൈഡിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെയെങ്കിൽ ഈ സാത്താന്യ മണ്ഡലത്തെ ജയിച്ച് ഒരു ജയജീവിതം എങ്ങനെ കിട്ടും? എങ്ങനെ ശുശ്രൂഷയിൽ വിജയിക്കാൻ പറ്റും? അപ്പോസ്തലന്മാർ മന്ത്രവാദികളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ദൈവമക്കൾ അങ്ങനെയുള്ള കേസസിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, ഞാൻ മിഡിൽ ആൻഡമാനിൽ പിച്ചർനാള എന്ന് പറയുന്ന സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോൾ അവിടെ ഞാൻ ചെന്ന സമയത്ത് എതിരെ താമസിക്കുന്ന 17 മക്കളുള്ള ഒരു മന്ത്രവാദിയാണ്. ആ മന്ത്രവാദി എന്നോട് പറഞ്ഞത്, അമാരേക്ക് പാതിരി ഇധർ ഹേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഓ കൈസ പാതിരിയെ? ഒത്തു ജാദുക്കറിനെ വാല പാതിരി ഹേ. മന്ത്രവാദിയായ പാതിരിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തുല്യം ഇവിടെ വേറൊരു പാതിരി ഇല്ല, വേറൊരു പാതിരി വേണ്ടെന്നാണ്. ഞാൻ ആലയത്തിലേക്ക് ചെന്നൊരു പായ എടുത്തിട്ട് ദൈവസന്നിധി മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങാണ് ഈ ദേശത്തിനെ അയച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ബോംബെ റീജിയൻ ആൻഡമാൻസിലെ വേല 14 വർഷമായി ആത്മാക്കൾ ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള സഭാ ഹോള് പോലും വിൽക്കാൻ തീരുമാനമെടുക്കാനുള്ള
തീരുമാനത്തിൽ എത്തുന്ന സമയമാണ്. എനിക്ക് ഭുജിൽ നിന്ന് പൂനെക്ക് ട്രാൻസ്ഫർ തരുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ അവിടേക്ക് പോകരുതെന്ന്. ഞങ്ങൾക്ക് ട്രാൻസ്ഫർ നിഷേധിക്കാൻ പറ്റില്ല. ആർമിയുടെ എയർഫോഴ്സിന്റെയും ഇടയിൽ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന എന്നെ അവർ പൂനെയിലുള്ള എയർഫോഴ്സിന്റെ ചർച്ച ഏരിയയിലേക്കാണ് അവരെ നിയമിച്ചത്. പ്രൈസ് ഗോഡ്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ഇവിടേക്കല്ല. നിങ്ങളിൽ ചിലർക്കെങ്കിലും പരിചയമുണ്ടായിരിക്കാം, ദൈവപുരുഷനായിരുന്ന പ്രവാചകൻ വാര്യാപുരം യോനാച്ചാൻ എന്നോട് ഒരു പ്രവചനം പറഞ്ഞിരുന്നു. മരുഭൂമിയിൽ നിനക്ക് 3 വർഷം, സമുദ്രത്തിന്റെ നടുവിൽ 5 വർഷം. ആ സമുദ്രത്തിന്റെ നടുവിൽ എന്റെ വേല നിമിത്തം നീ അറസ്റ്റിലാകുന്ന സമയം വരും. ധാരാളം പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഞാൻ നിന്നെ കൈവിടത്തില്ല. പ്രൈസ് ഗോഡ്. കച്ച് മരുഭൂമിയിലെ 3 വർഷം കഴിഞ്ഞപ്പോൾ അടുത്തത് പൂനെക്കല്ല. ദൈവാത്മാവ് പറഞ്ഞു, അവിടേക്കല്ല ഞാൻ നിന്നെ വിടുന്നത്. ഞാൻ സങ്കടത്തിലായി. കോശിച്ചാൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവന്റെ ഭവനത്തിൽ രാജ്കോട്ടിലേക്ക് ഞാൻ പോയി. ഒരാഴ്ച പ്രാർത്ഥനയിൽ ഇരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവർക്ക് ചെന്നപ്പോൾ വലിയ സന്തോഷം. സ്തോത്രം. ആ ഒരാഴ്ച ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. അവരുടെ മകൻ അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഉറക്കത്തിലാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഗ്രില്ല് അവർ പൂട്ടിയിട്ടിട്ടുണ്ട്. സ്തോത്രം. ഉറക്കത്തിൽ അവനെ കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ അവനെ നയിക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് അവരെന്നോട് പറഞ്ഞില്ല. ആ ദിവസങ്ങൾ മുഴുവൻ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഐ ഡോണ്ട് നോ നെക്സ്റ്റ് എന്താണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ മിഷണറിയാണ് ഞാൻ. പ്രൈസ് ലോർഡ്. അവര് തന്ന സ്ഥലത്തേക്ക് പോയില്ല. അപ്പോൾ അവർക്ക് ആകെ ഭാരമായി. ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു കത്തെഴുതി. ഹിന്ദിയോ ഇംഗ്ലീഷോ തമിഴോ തെലുഗോ ഏത് ഭാഷക്കാരോ ആയിക്കൊള്ളട്ടെ, സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലം, മിഷണറിമാരെ പോകാൻ മടിക്കുന്ന സ്ഥലം, ഏറ്റവും കഷ്ടതയുള്ള സ്ഥലം, ഏറ്റവും പ്രതികൂലമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ അയക്കേ, ഞാൻ അവിടേക്ക് പോകാം, നിങ്ങൾ എന്നെ ഒന്നും സഹായിക്കണ്ട. ആ കത്ത് കിട്ടിയപ്പോഴാണ് ആൻഡമാൻസിലെ വേല സ്റ്റോപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കാനിരുന്ന ആ ഒരു ചിന്ത അവർ മാറ്റിവെച്ചിട്ട് എനിക്ക് കത്തെഴുതി. പാസ്റ്റർ ഷാജി, ആൻഡമാൻസിലേക്ക് പോകാൻ മിഷണറിമാരില്ല. ഷാജിക്ക് എഴുതിയ ഈ ഭാഷക്കാരെല്ലാം അവിടെ ഉണ്ട്. അവിടെ വളരെ പ്രയാസമാണ് അവിടെ മിഷണറി പ്രവർത്തനം ചെയ്യാൻ. അവിടേക്ക് പോകാൻ മിഷണറിമാരില്ല. ഷാജിക്ക് അവിടേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഷാജി അവിടേക്ക് അയക്കും. ബില്ലിങ്ങൻ എന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിക്കാൻ പറഞ്ഞു. ഞാൻ കത്ത് വായിച്ചുടനെ എനിക്ക് മനസ്സിലായി, ആൻഡമാൻസ് പ്രവാചക ശബ്ദം, ഞാൻ നിന്നെ സമുദ്രത്തിന്റെ നടുവിലേക്ക് അയക്കും. ആ ദൂത് എനിക്ക് കൺഫേം ആയി. ദൈവശബ്ദം ഇതാണെന്ന് മനസ്സിലായി. ഞാൻ അവർക്ക് വില്ലിങ് എന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിച്ചു. അവർ എനിക്ക് ഹർഷവർദ്ധന എന്ന കപ്പലിൽ ടിക്കറ്റ് എടുത്ത് അയച്ചു. ഞാൻ അങ്ങനെ 90 അവിടേക്ക് പോകാനിടയായി. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ആ മിഷണറി പ്രവർത്തനത്തിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ അസാധാരണമായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, അസാധാരണമായതെല്ലാം കടന്നുപോയി. ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോട് പറയട്ടെ, പ്രൊഫഷണൽ ആളുകൾക്ക് ക്രിസ്തീയ ശുശ്രൂഷയിലുള്ള ഈ നേതൃത്വ പരിശീലനം നൽകുവാനായിട്ട് പ്രൈസ് ഗോഡ് ഇങ്ങനെ ദൈവം നിയോഗം തന്നതിന്റെ പിറകിൽ ഇന്നലകളിൽ മിഷൻ ഫീൽഡിൽ ഇട്ട് ചതച്ചരച്ച് അതിന്റെ കൊന്തെടുത്ത് കളഞ്ഞ് അതിന്റെ കീടമെടുത്ത് കളഞ്ഞ് അതിൽ നിന്ന് ആട്ടിയ ചക്കിൽ നിന്ന് ഇറങ്ങിയ വെണ്ണ പോലെയും ചക്കിനകത്ത് മെതിച്ച മുന്തിരിയുടെ ചാറ് പോലെയും ഇന്ന് രാത്രിയിൽ മെസ്സേജായി ഞാൻ നിങ്ങളുടെ അരിയിൽ എത്തുമ്പോൾ ഓർത്തുകൊള്ളണം, അനേകരെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ തീക്കകത്തൂടെ എല്ലാം സർവശക്തൻ വിട്ടത് എന്ന് പറയുന്നതിൽ എനിക്ക് ദൈവസന്നതിയിൽ സന്തോഷമുണ്ട് സഹോദരങ്ങളെ. ഞാൻ ആലയത്തിൽ പായിട്ടിട്ട് കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, അവിടെ തന്നെ അയച്ചിട്ടാ ഇവിടെ വന്നത്. 14 വർഷമായി അവിടെ ആത്മാക്കളില്ല. ഒരു മനുഷ്യനും ആലയത്തിൽ വരത്തില്ല, പ്രാർത്ഥിക്കാൻ ആരും വരത്തില്ല. കർത്താവിനോട് പറഞ്ഞു, നീ കയറിയിരുന്നു എന്റെ സന്നദ്ധി. 21 ദിവസം ഇരുന്നു. 20ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ആ ദേശത്തിലെ കൊടിയ മന്ത്രവാദി ഇങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ വണങ്ങുകയാണ്. വലിയ രുദ്രാക്ഷമാലയും ജടയും ഒക്കെയുള്ള മനുഷ്യൻ എന്നെ കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ അദ്ദേഹം എന്നെ ഒരു നോട്ടം നോക്കി, മേലുകീഴ്. ഞാനും ചുമ്മാ മേലുകീഴൊന്ന് നോക്കി. പുള്ളി ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് നോക്കുന്നവരാണ്. ദൈവവചനം പറയുന്നത് എന്താണ്? അവരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന്
നീ അവരെ കാണുമ്പോൾ ഭ്രമിച്ചു പോകരുത്. ഇതത്രേ ദൈവത്തിന്റെ വചനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ റബാനഗടകശ്വസ്യ. ഓ യേശുവിന്റെ നാമത്തിൽ ജയം. അതുകൊണ്ട് സഹോദരങ്ങളെ, തിരുവെഴുത്ത് പറയുന്നത് അനുസരിച്ച് സ്തോത്രം ഞാൻ അങ്ങനെ പ്രതികരിപ്പാനിടയായി. ദൈവസന്നിധി ഇങ്ങനെ പ്രാർത്ഥനയായി. ഞാൻ ഒരുമിച്ച് ആ മന്ത്രവാദിയുടെ കൂടാണ് കയറിയിരുന്നത്. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ ഇപ്പുറത്തെ കമ്പിയെ പിടിച്ചു, വലത്തെ കൈ കൊണ്ട് മുന്നിലെ കമ്പിയെ പിടിച്ചു. സ്തോത്രം. രണ്ടുപേരും ഒരു സീറ്റിൽ തന്നെ ആയിരിക്കുന്നേ. ഉള്ളിൽ നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുനിന്ന് 15 കിലോമീറ്റർ അപ്പുറത്താണ് ഇറങ്ങേണ്ടത്. പക്ഷേ വണ്ടി വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉള്ളിൽ സിമ്പിളായിട്ട് ഇത്രേ പറഞ്ഞോളൂ, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. പ്രൈസ് ഗോഡ്. ഉള്ളിൽ നിന്ന് കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഞരക്കവും മൂളലും ഒക്കെ കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രവാദിയുടെ വായിൽ നിന്ന് നൊരയും പതയും വരാൻ തുടങ്ങി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അണ്ടർസ്റ്റാൻഡ് ദ പവർ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയേണ്ടതിനായി ഞാൻ നിങ്ങളെ ആമേൻ കർത്താവിൽ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലയിട്ട് ആട്ടാൻ തുടങ്ങി, വല്ലാതെ അപശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. കണ്ടക്ടറോട് പറഞ്ഞു, മുച്ചയാ ഉത്തരനായി ഇറങ്ങണം. അദ്ദേഹം ഇറങ്ങി. പിറ്റേ ദിവസം ഞാനിങ്ങനെ രാവിലത്തെ സെഷൻ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ കഴിഞ്ഞ് ഇങ്ങനെ പടിയിൽ ഇരിക്കുമ്പോൾ ഒരു കാളവണ്ടി പോകുന്നു. ശ്രദ്ധിച്ചപ്പോൾ മന്ത്രവാദിയാ. അദ്ദേഹം ആ ദേശം വിട്ടുപോയി. നിങ്ങൾക്കറിയാമോ? ഞാൻ ബംഗാളിക്കാരനോട് ചെന്ന് ചോദിച്ചു, ക്യാ ആപ്ക പാദ്രി ഇത്ര ജൽദി ചലാ ഗയാ? അദ്ദേഹം പറഞ്ഞു, ഓ ക്യാ കരേഗാ, ഓ ബോൽത്തായി ഇത് രുക് നഹീ പാത്തായി. അദ്ദേഹം പറയാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എന്റെ ബലമാണോ, എന്റെ ശക്തിയാണോ, എന്റെ കഴിവാണോ? ഒന്നുമല്ല, ഞാനൊരു മണ്ണാങ്കട്ടയുമല്ല. പക്ഷേ ഒന്ന് ഞാൻ അറിയുന്നു, അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം നമ്മോടുകൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. നമ്മളിലുള്ള ക്രിസ്തു ആക്റ്റീവായി കഴിഞ്ഞാൽ, നമ്മളിലുള്ള അഭിഷേകം ആക്റ്റീവായി കഴിഞ്ഞാൽ, നിന്നിലുള്ള ദൈവത്തിന്റെ തീ ആളി കത്തി തുടങ്ങിയാൽ അപരപരഗതു അതൽ ഗടാധികന ഘടകമ അരപര പ്രബലാരഗതിനി ഹതലഘടകസ്യാരഗതിനി യേശുവിന്റെ രക്തം ചെയ്യും.